നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. അതിഥി തൊഴിലാളിയെ പാടശേഖരത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി മുനിയപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജുഡീഷ്യൽ കമ്മീഷൻ തിരൂരിൽ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചു. കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു ഹിയറിംഗ്. BSNL രജത ജൂബിലി പിന്നിട്ടു. BSNL 5G സേവനം അടുത്ത വർഷം ആദ്യം ആരംഭിക്കും. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജ്ര യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ഹനുമാൻകാവിൽ ദ്രവ്യകലശം ആരംഭിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ആചാര്യഭരണം എന്ന ചടങ്ങോടു കൂടിയാണ് ദ്രവ്യകലശം ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. അതിഥി തൊഴിലാളിയെ പാടശേഖരത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ഭുവനഗിരി താലൂക്കിലെ കല്യാണ പെരുമാളിന്റെ മകൻ മുനിയപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓലപ്പീടിക കൊടിഞ്ഞി റോഡ് പാടശേഖരത്തിൽ ചെറുവെള്ളക്കെട്ടിലാണ് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. വർഷങ്ങളായി ഇവിടെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. സമീപത്തായി താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ തമിഴ്നാട്ടിൽ നിന്നും പുറപ്പെട്ടത്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. വെട്ട ന്യൂസ് തിരൂർ. ജലഗതാഗത മേഖലയിലെ അപകടയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ പൊതുജനങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തണമെന്നും ബോട്ടുകളിൽ CCTV നിർബന്ധമാക്കണമെന്നും താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ആവശ്യം. ഭാവിയിൽ ജലദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പൊതുജനാഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനായി കമ്മീഷൻ തിരൂരിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗിലാണ് ആവശ്യം ഉന്നയിച്ചത്. തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു പബ്ലിക് ഹിയറിംഗ്. സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന പബ്ലിക് ഹിയറിംഗുകളുടെ ഭാഗമായാണ് കമ്മീഷൻ തിരൂരിലും പൊതുജനങ്ങൾക്കായി വേദി ഒരുക്കിയത്. ബോട്ടുടമകൾ, ബോട്ട് ജീവനക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പൊതുജനം, മാധ്യമപ്രവർത്തകർ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരെയാണ് കമ്മീഷൻ ക്ഷണിച്ചിരുന്നത്. കമ്മീഷൻ അംഗം ഡോക്ടർ KP നാരായണൻ ഹിയറിംഗിന്റെ ആവശ്യകത വിവരിച്ചു. മത്സ്യബന്ധന ബോട്ടുകളും മറ്റും രൂപം മാറ്റി ഉല്ലാസ ബോട്ടുകളാക്കുന്നതിനെതിരെ നടപടിയുണ്ടാകണമെന്നും നിർദ്ദേശമുയർന്നു. ബോട്ടുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി മണൽത്തിട്ടകൾ നീക്കണമെന്നും മത്സ്യബന്ധന വള്ളങ്ങളും ഉല്ലാസ ബോട്ടുകളും ഒരേ സമയം പുഴയിൽ യാത്ര ചെയ്യുന്നതുമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശ്ചിത സമയക്രമം ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ടായി. പ്രത്യേക പരിശീലനം സിദ്ധിച്ചവർ രൂപകൽപ്പന ചെയ്ത ബോട്ടുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും സുരക്ഷാ വീഴ്ചകൾ യഥാസമയം കണ്ടെത്താൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണെന്നും നിർദ്ദേശമുയർന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന വിധത്തിലുള്ള നടപടിയുണ്ടാകണമെന്നും ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ആവശ്യമുണ്ടായി. അപ്പോൾ ഇതിൽ കൂടുതൽ ബോട്ടുകളുടെ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് വൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണ കൺട്രോൾ റൂമുകൾ ആരംഭിക്കുന്നത് നന്നാവും. ഒന്നുമില്ല, കൺട്രോൾ റൂമിൽ എല്ലാ ബോട്ടുകളെയും CCTV ആക്സസ് നൽകണം. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അതാത് സമയത്ത് ഓരോ ബോട്ടുകളെയും ഒരു റാൻഡം ചെക്കിങ്ങിന് അത് സഹായകമാകും. വിനോദസഞ്ചാര ബോട്ടുകളുടെ ഇരിപ്പിടങ്ങൾ ഇരുഭാഗത്തുമുള്ളവർക്കും പുറം കാഴ്ചകൾ ഒരുപോലെ ആസ്വദിക്കാനാകുന്ന വിധത്തിൽ ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുയർന്നു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ,
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹിമാൻ, മാധ്യമപ്രവർത്തകനായ ജമാൽ ചേന്നര, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി കെ ജാഫർ, തിരൂർ തഹസിൽദാർ ആഷിഖ്, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ വിനോദ് കുമാർ, രാജേഷ്, ബോട്ടുടമകളായ നിസാർ, ജിഷാർ എന്നിവർ വിവിധ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ ടി രമേഷ് കുമാർ, കോർട്ട് ഓഫീസർ ജി ചന്ദ്രശേഖർ, കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി ആർ ശിവപ്രസാദ്, കമ്മീഷൻ അഭിഭാഷകൻ ടി രമേശ്, ദേശീയപാത വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ലിറ്റി ജോസഫ്, തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ റജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ചരിത്രം ഏകദേശം 174 വർഷം പിന്നിട്ടപ്പോൾ രാജ്യം ഇന്നു കാണുന്ന വികസന മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച BSNL ഒക്ടോബർ 1 രജത ജൂബിലി പിന്നിട്ടു. ഈ വേളയിൽ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 4G സേവനങ്ങൾ കേരളത്തിൽ ഉടനീളം ആരംഭിച്ചു കഴിഞ്ഞു. BSNL 5G സേവനം അടുത്ത വർഷം ആദ്യം ആരംഭിക്കും. ഭാരത് ഉദ്യമി പദ്ധതിയിലൂടെ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ അതിവേഗ അതിസുരക്ഷാ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ BSNL വഴി നൽകി വരുന്നു. ഈ ഫൈബർ നെറ്റ്വർക്ക് കണക്ഷനിലൂടെ IFTV TV ചാനലുകളും 24 മണിക്കൂറുമായി വിളിക്കാവുന്ന ടെലിഫോൺ കണക്ഷനും സൗജന്യമായി ലഭിക്കുന്നു. ഈ രജത ജൂബിലിയുടെ ഭാഗമായി ജില്ലയിലെ പല ഭാഗങ്ങളിലായി വിവിധ ഇനം പരിപാടികൾ BSNL സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സിൽവർ ജൂബിലി സെലിബ്രേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളിവിടെ തിരൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ഇവൻറ്റുകളാണ്. ഒന്ന് നമ്മളൊരു ബൈക്ക് റാലി, അത് നമ്മൾ 24 തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോട് കൂടി തിരൂർ എക്സ്ചേഞ്ചിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ തിരൂർ ടൗണ് ചുറ്റി ഇങ്ങനെ വൈലത്തൂർ, ഇങ്ങനെ പുത്തനത്താണി, തിരുനാവായ, ആലത്തിയൂർ ഇങ്ങനെ കറങ്ങി വീണ്ടും തിരൂരെത്തുന്ന രീതിയിലൊരു ബൈക്ക് റാലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കുട്ടികൾക്കായിട്ട് ഒരു ചെസ് ടൂർണമെൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് തിരൂർ SSM പോളിടെക്നിക് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചെസ് ടൂർണമെൻറ്റ് നടത്തുന്നത്. അതിൽ നമ്മൾ 3 കാറ്റഗറികളായിട്ട് നടത്തുന്നുണ്ട്. അണ്ടർ 10 വരുന്ന കുട്ടികൾക്ക്, അണ്ടർ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, പിന്നെ 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അതായത് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാം. അതിൽ ഓരോ വിഭാഗത്തിനും നമ്മൾ ക്യാഷ് പ്രൈസും ഉണ്ട്. പോരാത്തിന് 10ാം സ്ഥാനം വരുന്നവരെ കുട്ടികൾക്ക് ട്രോഫികളുണ്ട്. പോരാത്തിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ മെഡലും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. ചെസ് ടൂർണമെന്റ് തിരൂർ SSM പോളിടെക്നിക് കോളേജിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ SDEമാരായ രാകേഷ് പുതുക്കനാട്ടിൽ, സുബൈർ, JE KS പ്രദീപ്, ജൂനിയർ ടെലികോം ഓഫീസർമാരായ ബിനി ചാക്കോ, രമ്യ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ചെസ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 9486101127 നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വെട്ടന്യൂസ് തിരൂർ. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് പ്ലാനറ്റോറിയം, ബീച്ച് എന്നിവ സന്ദർശിച്ച് വൈകുന്നേരത്തോടെയാണ് സംഘം മടങ്ങിയത്. വൈലത്തൂർ ബാർസത്ത് ഗ്രൂപ്പിന്റെ 3 ബസ്സുകളിലായാണ് യാത്ര തിരിച്ചത്. പ്ലാനറ്റോറിയത്തിലെ ആകാശക്കാഴ്ചകൾ 3D ഷോയും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP സൈനുദ്ദീൻ, സീനത്ത് തോറമ്പത്ത്, മെമ്പർമാരായ സക്കീന, അബ്ദുമോൻ, ഷിഹാബ് ചെറുകര, ആഷിഫ ടീച്ചർ, മുംതാസ് ചാത്തേരി, ലളിത ചീനിക്കൽ, ICDS സൂപ്പർവൈസർ സബീന എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് താന്നൂർ. തീരദേശ പഞ്ചായത്തായ പുറത്തൂരിന്റെ 5 വർഷത്തെ സമഗ്ര വികസനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് വികസന സദസ്സ് സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ ലഭ്യമായ ഫണ്ടുകൾ ജനങ്ങളുടെ സമഗ്ര വികസനത്തിന് വിനിയോഗിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞെന്നും ജില്ലയ്ക്കും സംസ്ഥാനത്തിനും മാതൃകയാവുന്ന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയ പ്രവർത്തനങ്ങളുടെ നേട്ടവും ഈ 5 കൊല്ലക്കാലം വരാൻ പോകുന്ന പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയായിരിക്കണമെന്ന നിർദ്ദേശവും വെക്കുന്ന ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ
അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വശമല്ല, ഈ നാടിനോട് തന്നെ ചെയ്യുന്ന തെറ്റായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഓലപ്പുരകളില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 800-ലധികം വീടുകൾ നൽകാൻ സാധിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വികസനങ്ങൾ നടപ്പിലാക്കി. 6000 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയും പൂർത്തീകരിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങി. തീരദേശ പഞ്ചായത്തായ പുറത്തൂരിൽ ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനങ്ങളിലൂടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് PF, ESA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു. പുറത്തൂർ പഞ്ചായത്തിലെ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഉമ്മർ സ്വാഗതം പറഞ്ഞു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AP സുദേവൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT പ്രശാന്ത്, CDS ചെയർപേഴ്സൺ K. സാജിദ, ആസൂത്രണ സമിതി വൈസ് ചെയർപേഴ്സൺ റഹ്മത്ത് സൗദ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു പ്രസാദ് പ്രോഗ്രാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിജു A. അസീസ് നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് പുറത്തൂർ. ആലത്തൂർ ഹനുമാൻകാവിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ദ്രവ്യകലശം ആരംഭിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ആചാര്യവരണം എന്ന ചടങ്ങോടുകൂടിയാണ് ദ്രവ്യകലശം ആരംഭിച്ചത്. ആചാര്യവർണത്തിന് ശേഷം മുളയിടൽ, പ്രസാദശുദ്ധി, വാസ്തുഹോമം, അസ്ത്രകലശപൂജ, വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ, ഖുണ്ടശുദ്ധി എന്നിവയും ദ്രവ്യകലശത്തിന്റെ ഭാഗമായി നടന്നു. ദ്രവ്യകലശം 2-ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, രാവിലത്തെ പൂജ, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം എന്നീ കലശപൂജകളും, പ്രായശ്ചിത്ത ഹോമം, കനകം, നവകം, പ്രായശ്ചിത്ത ഹോമ കലശാഭിഷേകം, ഉച്ചപൂജ, മുളപ്പൂജ എന്നിവയും വൈകുന്നേരം ഖുണ്ടശുദ്ധി, മുളപ്പൂജ, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവയും ഉണ്ടാകും. ദ്രവ്യകലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. പ്രത്യേക മേളം വിശ്വനാഥ് മാരാർ തൃപ്രങ്ങോട് നേതൃത്വം നൽകി. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ദേവസ്വം നൽകി പോരുന്നുണ്ട്. ഒക്ടോബർ 27 മുതൽ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K. പരമേശ്വരൻ അറിയിച്ചു. വെട്ടന്യൂസ് ആലത്തൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.